അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഏത് പെണ്ണിനും പറ്റുന്ന തെറ്റി ഇന്നും എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയണമായി തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യം തന്നെ ലൈക്ക് ചെയ്യരുത് കേട്ടോ, അറിയാത്തോലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ലൈക്ക് കുറച്ച് അവസാനത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. വീതനമൊക്കെ ഓരോ സാധനങ്ങൾ വെക്കുന്നുണ്ട്. ഇന്നലത്തെ ചോറുണ്ട്, അതുപോലെ അയിലയുടെ തലയുണ്ട് തോനെ, പിന്നെ തക്കാളി ഉണ്ട്, ചിരങ്ങയാണെന്ന് നമുക്ക് താളിപ്പാട്ടോ കൂട്ടാൻ. പിന്നെ ഇന്നലത്തെ ലേസം കറി അവിടെ ഇരിക്കുന്നുണ്ട്, അതും പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ കടക്കുമ്പോൾ അരി വെള്ളത്തിലിട്ടിരുന്നുണ്ടോ, പച്ചരി അരി വെള്ളത്തിലിട്ട് ദോശ ചൂടാൻ വേണ്ടിങ്ങാണ്ട് പൊടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് മഴ ഇങ്ങനെ ചീഞ്ഞങ്ങാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് അരി പൊടിപ്പിച്ചാൻ പറ്റൂലല്ലോ. അപ്പോഴാണ് എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ നോക്കി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. പൊടി പറ്റ കഴിഞ്ഞിക്കണം, പുട്ടുപൊടി ഇല്ല. നമ്മളെ പെരയിലൊക്കെ തോനെ കൊടുന്നേക്കില്ല, പൊടിയൊക്കെ പിന്നെ തോനെ പൊടിപ്പിച്ചേക്കും. ഇപ്പം കഴിഞ്ഞു കണ്ടില്ല നിങ്ങൾ. ഇനി ഈ മിക്സിയിൽ ഞാൻ എങ്ങനെ അരി അരക്കുക. പിന്നെ അത് കേടുന്നതിന് ഇത്ര പറയാനൊന്നും ചേട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ തന്നെ അല്ല മിക്സിയുടെ ജാറുമാണ്. ജാറിൻ്റെ വാസർ ഇടക്ക് ഇങ്ങനെ മാറ്റും, അത്രേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്നലത്തെ കമൻറ്റിലും കണ്ടിട്ടുണ്ട്, ടൈമൊന്ന് കാണിച്ചുകൊണ്ട് ഇതിൻ്റെ മുന്നേയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിത് 6 മണിക്കാണ് നമ്മളെ വണ്ടി ഷാർട്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ടൈം കണ്ടില്ല, 6 AM. ഒന്നും പാടെ കാണിച്ചു തരാം. അപ്പം നമ്മളിതാ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നലത്തെ ചോറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു പരിപാടി ചെയ്യട്ടെ. അപ്പോൾ ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിങ്ങാണ്ട് ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇനി പായൊക്കെ മടക്കി വരട്ടെ, അതൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് പിന്നെ ഷാലൂന് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. കടക്കപ്പായി അങ്ങനെ വെച്ചാൽ തന്നെ നമ്മളെ പണി കഴിയൂല. പിന്നെ ഇന്നത്തെ കടി വല്ലാത്തൊരു കടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനെ തിന്നലുണ്ടാവില്ല. പക്ഷെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പെരയിലും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചായക്കടി ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ കടി എപ്പോഴാണ് തിന്നുക വെച്ചാൽ പ്രസവിച്ച് കിടക്കുമ്പോണ്ട് ഈ ഒരു കടി തിന്നല്. അപ്പോൾ അതെന്താ നിങ്ങളെല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവും കേട്ടോ. എങ്ങനെ ആയാലും വേണ്ടില്ല, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതാ കടക്കപ്പായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഷാലൂന് യൂണിഫോമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ഫ്രിഡ്ജ് ഇടക്കൊക്കെ ഒന്ന് നേരാക്കണമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ സാധനങ്ങളും കൊണ്ട് പുറത്തേക്ക് വെക്കട്ടെ, എന്നാൽ പിന്നെ വൃത്തിയിലാക്കാം. നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞാണ്ടാവുമ്പോൾ ഇത് കുറച്ച് പണിയാണ്. അപ്പം ഞാൻ തിരുമ്പാലൊരു തുണി അവിടെ കൊടുന്നിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വന്നുങ്ങാണ്ട് ഇതാ ബാക്കിയുള്ള പരിപാടി ചെയ്യണു. ഇന്ന് കറി വെക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ താളിപ്പാണ് പറഞ്ഞില്ല, നമ്മൾ താളിപ്പും അതുപോലെ തന്നെ അയിലത്തല ഉണ്ട്, വറ്റിച്ചെടുക്കാനാണ്. പിന്നെ എന്നോടൊരാൾ ചോദിച്ചു, അറിയുന്ന ഒരാൾ ചോദിച്ചു അയിലയുടെ ഇതൊക്കെ തിന്നു എന്ന് ചോദിച്ചു. ഞാൻ ഇതിൽ കാണിച്ചു തരാം അയിലത്തല ഞങ്ങൾ എങ്ങനെയാണ് വറ്റിക്കൽ എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഷാലൂനൊക്കെ ഉണ്ടാക്കി വന്നിട്ടാണ് ബാക്കി പരിപാടി ഞാൻ ചെയ്യണത്. അങ്ങനെ ഞാൻ വന്നിട്ട് കേട്ടോ ഉള്ളിയൊക്കെ ചതച്ച് ചട്ടിയിലിട്ടുകാണ്ട് ഇതാ നമ്മൾ തക്കാളിയൊക്കെ നുറുക്കി വെച്ചാണ് പോയതാണ്. പിന്നെ അതവിടെ മൂടി വെച്ചോനൊക്കെ ഉണ്ടാക്കി വന്നു. നേരം വൈകിയാൽ പറ്റൂലല്ലോ, നമ്മളെ പണി മാത്രം നേരത്തെ കഴിഞ്ഞാൽ പോരല്ലോ. നേരത്തും കാലത്തും നമ്മൾ മദ്രസ്ക്കും സ്കൂൾക്കും കുട്ടികളെ പറഞ്ഞേക്കണമല്ലോ, അല്ലെങ്കിൽ ഓലല്ലേ അതിനില്ല മറുപടി പറയേണ്ടത്. അപ്പം തക്കാളിയും പച്ചമുളകും അതുപോലെ മഞ്ഞപ്പൊടി മുളകും പൊടി ലേസായിട്ടിട്ടിക്കണം, മുളകും പൊടി. കാരണം ഇതിൽ തോനെ മുളകും പൊടി ഇടാൻ പറ്റൂല, പച്ചമുളക് കൂടുതൽ കൂട്ടുക. എന്നിട്ട് നല്ല ഉപ്പിട്ടുങ്ങാണ്ട് കൈയോട് ഇങ്ങോട്ട് തിരുമ്പിയിട്ട് അതിക്കത് അയിലത്തല ഇടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പരിപാടി ആദ്യം ചെയ്യണം എന്താ വെച്ചാൽ കൈ ചുട്ട് നീറിയിട്ട് നിൽക്കൂല. അപ്പോൾ ഇത് ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് കൈ ഇങ്ങോട്ട് കഴുകാൻ ആ പുളിയുടെ ചണ്ടിയൊക്കെ ഇട്ടിട്ട്. അപ്പം മീനിൻ്റെ തലയുടെ പൂവൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ അയിലത്തല വറ്റിക്കലെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫോൺ വിളിച്ചിട്ടാണ് ഒരാൾ പറഞ്ഞത്, ആരാണെന്ന് ഞാൻ പറയണില്ല. അയിലത്തല ഇങ്ങനെ എടുക്കാൻ പറ്റൂല, അങ്ങനെ തിന്നാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, മക്കൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ പെരക്കാർക്കൊക്കെ അയിലത്തല ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അപ്പം ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതാവുമ്പത്തിന് എങ്ങനെ ആയാലും ചിരങ്ങ നുറുക്കട്ടെ. അങ്ങനെ ചിരങ്ങ കണ്ടറിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്കും ഞാൻ 2 പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിലാണ് വിസിലടുപ്പിച്ചത്. തോനൊന്നും വിസിലടുപ്പിച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചാൽ തന്നെ നമ്മളെ ചിരങ്ങ നല്ല വെന്ത് കിട്ടും. ഇനി അത് അടുപ്പത്ത് വെച്ചിട്ടാണ്ട് അടിച്ചോരാൻ പോയാൽ ആ അടിച്ചോരൽ എളുപ്പം കഴിയുമല്ലോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അടിച്ചോരിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ട് ചപ്പൊക്കെ അവിടെ ഒട്ടി നിൽക്കൂട്ടോ. എത്ര അടിച്ചോരിയാലും നമ്മളെ മക്കളൊക്കെ രാത്രിയിൽ ആ കിടക്കണ നേരത്തെ ഒരു കളിയാണ്. ഷാലൂന് എത്ര കളിച്ചാലും പൂതി മാറൂല കേട്ടോ. അപ്പം പിന്നെ ആ നേരത്തെ അടിച്ചോരാതിരിക്കലല്ലേ നല്ലത്. വലിയ കടലാസൊക്കെ ചുരുട്ടിങ്ങാണ്ട് കൊണ്ടുപോയിടും. അപ്പോൾ പിന്നെ കടക്കപ്പായി കടന്നാൽ പിന്നെ നമ്മൾ നീച്ചലില്ലല്ലോ. അങ്ങനെ അടിച്ചോരൽ കഴിഞ്ഞു. ഇപ്പം മനസ്സമാധാനത്തിൽ ഇതാ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഈ ചൂടോടുക്കെ ഞങ്ങൾ നേരാക്കിയിടാം. പിന്നെ ഷാലും മൂനൊക്കെ പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ആവും ചെയ്യും കേട്ടോ. സ്കൂൾ കുട്ടികളൊക്കെ പോയിട്ടാണ്
കുറേ കാര്യങ്ങൾ നേരാക്കാം. അപ്പോൾ ഇതാ നമ്മൾ കുളി കഴിഞ്ഞിട്ടൊരു മാക്സി പുറത്തൊക്കെ കൊണ്ടേക്കുക. അതിനായിട്ട് ഇനി ഔത്തൊക്കെ കയറണ്ടല്ലോ. പിന്നെ ഔത്ത് വന്നിട്ട് പിന്നെ മാറ്റലാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പം ഞാൻ ഇനി ചെയ്യണം എന്താ വെച്ചാൽ തിരുമ്പാല്ലതൊക്കെ സോപ്പും പൊടിയിൽ ഇട്ടേക്കട്ടെ. അതൊന്ന് പുതിർന്ന് കിട്ടിയാൽ എളുപ്പം തിരുമ്പലും കഴിച്ചാലോ. പിന്നെ എന്താ വെച്ചിട്ടാ നമ്മൾ തിരുമ്പുമ്പോണ്ട് അപ്പം സോപ്പും പൊടിയിലിട്ട് തിരുമ്പണത് വലിയ ഇതില്ല കേട്ടോ. അപ്പം ചളിയൊന്നും വല്ലാതെ പോകില്ല. അപ്പോൾ ഒരു 10 മിനിറ്റോ മണിക്കൂറൊക്കെ മുന്നേ സോപ്പും പൊടിയിൽ ഇട്ടാൽ അത്രയും നല്ലതാണ്. പിന്നെ ഞാൻ മണിക്കൂർ 10 മിനിറ്റ് ആണെന്ന് നോക്കില്ല കേട്ടോ. രാവിലെ തന്നെ സോപ്പും പൊടിയിൽ ഇട്ട് വെക്കും. ഈ മീൻ തുണിയും ഷർട്ടൊക്കെ ഉണ്ടാകുമ്പോഴേ കുറച്ച് നേരം ആ സോപ്പും പൊടിയിൽ പുതിർന്നാൽ ഞമ്മക്ക് തന്നെ ഉണ്ടോ പണി ലാഭം കിട്ടുക. അങ്ങനെ അത് അടുക്കളയിൽ വന്നിട്ട് കുറച്ച് തോനെ ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളെ ചിരങ്ങ് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചട്ടിയിലത്തെ മീൻ അയിലത്തല നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ലോണം വറ്റണ്ട കേട്ടോ. അങ്ങനെ വറ്റിച്ചണോലൊന്ന് പറയണ്ടോ. എന്നിട്ട് ഞാനത് തുറന്നിട്ട് ഇതാ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തു. കുറച്ച് തോനെ തന്നെ ഒറ്റിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇല കണ്ടറിഞ്ഞിട്ട് കൊടുക്കണം. ഇനി നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് നല്ലൊന്നൊരു മൂടി വെച്ച് കൂട്ടണം. നേരത്തെ തുറക്കുമ്പോൾ കാണാം നല്ലൊരു മണം തീന്ന് ഇങ്ങനെ വരുന്നു. അപ്പം ചട്ടി ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളി നല്ല മൂത്ത് വരട്ടെ. നമ്മൾ ചോറ് ലേസം തിളപ്പിച്ച് ഊറ്റി നല്ല അത് ഇതാ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഓർമ്മ വരുന്ന എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്കൊക്കെ വരുന്നുണ്ടാവും. പെറ്റ് കിടക്കുമ്പോണ്ടല്ലോ നമുക്ക് രാവിലെ തന്നെ നമ്മളമ്മമാർ ഒരു ഓർലിക്സ് തരും. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ഉള്ളിച്ചോറ് അതിൽ നിറച്ച എണ്ണയിക്കാരം. അപ്പം ഇന്ന് എനിക്ക് ഇതാണ് കേട്ടോ കടീൻ്റെ കുട്ടിയോളും ഞാനും ഇതിമ്മ തിന്നുകാണ്ടത് പൊരുത്തപ്പെടാനാണ്. കാരണം മിക്സിയുടെ ജാറ് നിങ്ങൾ കണ്ടില്ലേ, അതുകൊണ്ട് ഇന്ന് അയിമണ് ഒതുങ്ങാൻ. പിന്നെ അതിൻ്റെ മേലെ കൂടെ ലേസം കുരുമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീനാണ് കേട്ടോ രാത്രി പൊരിച്ചത്. അപ്പം ഞാൻ ചട്ടിയൊന്നും മോറില്ല. എന്താ അങ്ങനെ വെച്ചിട്ട് അവിടെ വെച്ചു. പിറ്റന്നാളും വേണ്ട ആ ചട്ടിയിൽ ചൂടാക്കുക. അപ്പോൾ ഉള്ളിച്ചോറ് ഇത് നല്ലതായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തിളപ്പിച്ച് ഊറ്റാതെ ഉണ്ടാക്കണതാണ് നല്ലത്. എനിക്ക് ഷാലും മോനും തിന്നാണ്ടാവുമ്പോൾ ഒരു ഇടങ്ങറ്. കാരണം ഓൾക്ക് തിളപ്പിച്ച് ഊറ്റാതെ കൊടുത്താൽ ഞാൻ എന്തേലും വരുമോ, സ്കൂൾക്ക് പോയാൽ എന്തേലും ആവോ വെച്ചിട്ടാണ് ഞാൻ ആ തിളപ്പിച്ച് ഊറ്റിയത് കേട്ടോ. പിന്നെ ഞാൻ അത് മാങ്ങി വെച്ചിട്ട് എന്താ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുറ്റടിച്ചാൻ പോയി. എന്നാൽ ചോറിന് വെള്ളം തിളക്കുമ്പോഴത്തേന് നമ്മളെ മുറ്റടിയൊക്കെ കഴിഞ്ഞിങ്ങോട്ട് ഔത്തൊക്കെ കയറാലോ. വന്ന ഉടനെ അരി തീമിടും ചെയ്യാം. അതിലിടക്ക് നമ്മളെ മോന് വന്നിട്ടുണ്ട് കേട്ടോ മദ്രസ ഇട്ടിട്ട്. ഇപ്പോഴും സമയം ആയിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പോഴൊക്കെ ടൈം കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഇടക്കും തിരക്കും ഫോൺ എടുക്കാൻ നമുക്ക് വലിയൊരു ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മുറ്റൊക്കെ നല്ല ഇതിലാണ്ട് അടിച്ചോരിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിയണ്ട. പിന്നെ മഴ ഇങ്ങനെ ചാറിങ്ങാണ്ടിരിക്കുക. എത്ര മഴ ആയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ബക്കറ്റ് കൗത്തിയിട്ടെങ്കിലും ഞാൻ മുറ്റടിച്ചു. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. എൻ്റെ അയൽവാസികളടക്കം പറയട്ടെ എനിക്ക് പിരാന്താണ് പെണ്ണയാറ്. അപ്പോൾ പിരാന്ത് ഉണ്ടായിട്ടില്ല. നമ്മളെ പണി നേരത്തെ കാലത്ത് എത്ര മഴയാണെങ്കിലും ചെയ്യുക. ഒരു നിറൂക്ക് വെള്ളം തട്ടാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഒത്തുക്ക് വന്നുകൊണ്ട് അരി ഇട്ടു. മോനൂന് ഉള്ളിച്ചോറും കൊടുത്തിട്ട് ഓൻ സ്കൂൾക്ക് പോകുന്നുണ്ട്. ഉള്ളിച്ചോറ്റിക്ക് ഞാൻ എന്താ ചെയ്തത് വെച്ചിട്ടാ ബുൾസൈ ഉണ്ടാക്കി. നല്ല രസമാണല്ലോ. ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു. അതിന് ലേശം കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഏകദേശം ചോറൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ ചിരങ്ങ പച്ചവെള്ളത്തിലാണല്ലോ വേവിച്ചെടുത്തിക്കണത്. അതിക്ക് ലേശം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 കയ്യിൽ കഞ്ഞിവെള്ളം ഒരു കുറുന്നനാവാനും ആ പച്ചവെള്ളത്തിൻ്റെ ചുവന്നിട്ട് മാറി കിട്ടാനുമാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ അത് തൂമിച്ചിട്ടൊന്നുമില്ല. ഇതും പാടെ ചെയ്തിട്ട് വേണം അത് തൂമിച്ച് വെക്കാൻ. അപ്പോൾ ചോറ് ഇതാ വാർക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള പരിപാടി ചെയ്യട്ടെ. ഇനി ചിരങ്ങൊന്ന് തൂമിച്ചണം, അല്ലെങ്കിൽ ഇനി അത് അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ മറക്കൂട്ടോ. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. മറവിയുടെ വലിയ ആശാത്തിയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിരങ്ങ തൂമിച്ചുമ്പോൾ 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ എടുത്ത് കണ്ട് ചിരങ്ങ തൂമിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. പിന്നെ വെളുത്തുള്ളിയുടെ ചുവ വേറെ തന്നെയാണല്ലോ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ചിരങ്ങ എങ്ങനെ ആയാലും കുക്കറുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ആ പരിപാടി കഴിഞ്ഞിട്ട് തുടക്കാൻ പോണു കേട്ടോ. ഷാർട്ടാക്കിയാൽ പിന്നെ നിൽക്കൽ എപ്പോഴാണ് വെച്ചാൽ ഷാല് മദ്രസ് ഇങ്ങോട്ട് വിട്ട് വരുന്ന നേരത്താണ് നമ്മളെ പണി നമ്മൾ നിർത്തുള്ളൂ. അപ്പോൾ പിന്നെ ഓനക്ക് ഓരോന്ന് എടുത്തു കൊടുക്കാനും എഴുതാൻ പറയാനും കുറച്ച് നേരം എൻ്റെ അടുത്ത് മുണ്ടി പറയാനൊക്കെ ഇരിക്കണം. അപ്പോൾ അതിന് ഏകദേശം തിരുമ്പലോട് കഴിപ്പിച്ചണം വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ തുടച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഓൻ വരുമ്പോഴത്തേന് ഇവിടെ ഉണങ്ങി കിട്ടിക്കോളും. ഓൻ വരുന്നതിൻ്റെ ഒരു 1/4 മണിക്കൂർ മുന്നേ ഇവിടെ തുടക്കണം. എന്നാലും ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ വന്ന് 4 ചാലം അങ്ങോട്ട് നടക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അടുക്കളയിൽ തുടക്കാനെത്തിയപ്പോൾ എനിക്ക് ഗ്യാസും ഫ്രിഡ്ജൊന്ന് ശരിയാക്കണം തോന്നി. എത്ര നോക്കിയിട്ടും കാര്യമില്ല കേട്ടോ. ഈ കട്ട അങ്ങോട്ട് വേർത്ത് കിട്ടൂല. അപ്പം ഞാൻ ഓണാക്കിയിട്ടൊന്നുമില്ല. ഓഫിൽ തന്നെ കിടക്കട്ടെ. വെള്ളം പോയിന്നതൊക്കെ ഒഴിച്ചു. തുടക്കൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ നമ്മളെ ഷാല് വന്നിട്ടുണ്ട് കേട്ടോ. അടുക്കളയൊക്കെ തുടക്കൽ കഴിഞ്ഞിക്കണ്. ഇപ്പോൾ ടൈം ഇതാ 8:20 ഷാല് മണ്ടി വന്നത്. അപ്പോൾ 8:20 ഇപ്പോൾ ഷാല് വന്നത്. അപ്പോൾ ഇതിൻ്റെ അടുക്കളയത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫ്രിഡ്ജ് ഇനി ഒന്നുപാടെ സെറ്റ് ആവാണ്ട് തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അടിയത്തെ തട്ടൊക്കെ തുടച്ചു. ഷാലുവിന് ഇന്ന് എങ്ങനെ ആയാലും സ്കൂളില്ലല്ലോ. അപ്പോൾ അതാ സ്കൂളില്ലാത്തൊരു ദിവസത്തെ വീഡിയോ ശനിയാഴ്ചക്കത്തെ ഞായറാഴ്ചക്കത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അതിലൊക്കെ നല്ലോണം
വറ്റി വന്ന് അത് തുറക്കുമ്പോൾ എന്തോ ഒരു മണമാണ് വെച്ചാൽ അങ്ങനെ ഇരുന്നോട്ടിരുന്ന് രാവിലെ ഉള്ളിച്ചോറ് തിന്നു. അപ്പം 2 തല ഞാൻ തിന്നു, ഷാലു 2 തല തിന്നു. അപ്പം നമ്മൾ ഉച്ചത്തെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കുടത്തിൽ ഇട്ടിരുന്ന പുളിയൊക്കെ കഴിഞ്ഞൊല്ലത്തെ അല്ല കേട്ടോ, അതിൻ്റെ മേലത്തെ കൊല്ലത്തെ പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് മോറാൻ വേണ്ടി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം വീതനൊക്കെ സെറ്റായി ഒക്കെ അതാ സ്ഥാനത്ത് വെച്ചു. ഇനി തിരുമ്പാനും പാടുണ്ട്. പിന്നെ ചായയോടി കഴിഞ്ഞേക്ക് എന്ത് ചെയ്തു, ആ ബാത്റൂം രണ്ടൊന്ന് മോറി വന്നു. അതൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പൈപ്പള്ളം രാവിലെ വരും. അപ്പം രാവിലെ വെള്ളം വരുമ്പോഴത്തേന് തിരുമ്പലും ബാത്റൂം മോറലും എല്ലാതും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുളിയും കഴിഞ്ഞാൽ അതിനും പാടെ വെള്ളം നിറക്കല്ല. പൈപ്പള്ളം വിശ്വസിച്ചാൻ പറ്റില്ല, കിണറൊന്നുമില്ല കേട്ടോ. പൈപ്പള്ളം ചിലപ്പം പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ദിവസത്തിനൊന്നും വെള്ളം വരൂലല്ലോ. അപ്പം പിന്നെ ജപ്പാൻ വെള്ളം ഉണ്ട്, ജപ്പാൻ വെള്ളം വിശ്വസിക്കാൻ പറ്റൂല. അതാണ് ഇങ്ങനെ നേരത്തെ തിരുമ്പാനും കുളിച്ചാനും ഒക്കെ നിൽക്കുന്നത്. പിന്നെ അതൊരു ഇതാണ്, ഇനി വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെ അതൊരു ആശ്വാസമാണല്ലോ. അങ്ങനെ അത് തിരുമ്പിയിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, ലേസം ഇതിലിട്ടേക്കാണ്ട് ഇനി കംഫർട്ടിൽ ഇട്ടേക്കും. ഈ തുണിയും ഷർട്ടും, മീൻ ഷർട്ടും എത്ര തിരുമ്പിയാലും നമ്മളിങ്ങനെ കംഫർട്ടിൽ ഇട്ടേച്ചാൽ നല്ലതാണല്ലോ. അങ്ങനെ പിന്നെ കുളി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു, വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കുക ചെയ്യുക. തിരുമ്പലല്ല, എനിക്ക് ഏറ്റവും മെച്ചം ഇത് ഉണക്കിയെടുക്കാനാണ്. ഉണക്കി എടുത്താൽ നമുക്ക് കുളി കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോഴത്തേന് നമുക്ക് ഔത്തുകായുമ്പോഴത്തേനും ഒക്കെ ഉണങ്ങുള്ളൂ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ഇറയത്തിടേണ്ടതാണ്. കാരണം മഴ ഇങ്ങനെ ചാറിനിരിക്കുമ്പോൾ നമുക്ക് പുറത്തിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു സമാധാനം. അപ്പം എല്ലാതും കഴിഞ്ഞു, എല്ലാതും സെറ്റായി. 9:34 അതിൻ്റെ പരിധിയൊക്കെ കഴിഞ്ഞപ്പത്തിന് കേട്ടോ. അപ്പം പുറത്ത് അതെല്ലാ പാത്രങ്ങളും കൗത്തണ്ടോടുത്ത് കൗത്തി സെറ്റായി. അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ടൈം ചോദിച്ചു കൊടുക്കാണിത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ കൊട്ടത്തളൊക്കെ മോറി വന്ന് നോക്കുമ്പോഴാണ് ഷാലുവിൻ്റെ പരിപാടി. മണ്ണിലിങ്ങോട്ട് കളിച്ചിട്ട് ആകെ പുതിർത്തി വന്നുകൊണ്ട് ചെരുപ്പ് കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഓനോട്ടെന്നെ കഴുകിക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമ്മളോട് ഒരു വിരുന്നേര് വന്നു. ഒന്നും ചായക്കടില്ല. അപ്പം ഞാൻ എന്തായിട്ട് 2 മുട്ട പൊരിച്ചിങ്ങാണ്ട് ഒരു പാൽച്ചായയും മുട്ട പൊരിച്ചതും കൊടുത്തുട്ടോ. വിരുന്നേരൊന്നും ഞാൻ കാണിച്ചു തരില്ല. ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്. അസ്സലാമു അലൈക്കും.